എന്തുകൊണ്ടാണ് സൈക്കോളജിക്കൽ സെഷൻസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ് ഒരു കോഴ്സ് ക്രൈറ്റീരിയ നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു കോഴ്സ് ക്രൈറ്റീരിയ എന്നുള്ള നിലയ്ക്കല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണെങ്കിലും ഒരു 60% ഇറ്റ്സ് എ മൈൻഡ് ഗെയിം, ബാക്കി 40% നമ്മളുടെ പ്രാക്ടിക്കൽ സ്റ്റഡീസും കൂടാണ്. ഇപ്പൊ നിങ്ങൾ എത്ര കോണ്ടന്റ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാം അറിയാവുന്ന ആളുകളാണെങ്കിലും എക്സാമിനേഷൻ ഹാളിൽ പോയിരിക്കുന്ന 2 മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെ? സോ മൈൻഡ് പ്ലേസ് ആൻ ഇന്നവിറ്റബിൾ റോൾ, അല്ലെ? ഇങ്ങനെയുള്ള എക്സാമിനേഷൻസിന് മൈൻഡ് വളരെ ഇന്നവിറ്റബിൾ ആയിട്ടൊരു റോൾ പ്ലേ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കാം? അപ്പം എല്ലാ സമയങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആകണമെന്നില്ല. പക്ഷെ നമുക്ക് തീരുമാനിക്കാം വെദർ ഐ നീഡ് ടു ബി പോസിറ്റീവ് ഓർ നോട്ട്, അല്ല ഞാൻ പോസിറ്റീവായി ഇരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളുകളാണ് അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ. ഇപ്പോൾ മനുഷ്യ മനസ്സെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പഠിച്ചിട്ടുള്ള ആളുകളാണല്ലോ ഈ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഗൈഡൻസ് ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ എഫിഷ്യൻസി കൂട്ടുവാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. നമ്മളെപ്പോഴും ഞാൻ ഈ പരീക്ഷയ്ക്ക് തോക്കും എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുമോ? നിങ്ങൾ തോൽക്കാനായിട്ട് തീരുമാനിച്ച ഒരാളെ ആർക്കാ ജയിപ്പിക്കാൻ പറ്റുക? സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫിൻ്റെ എല്ലാ തലങ്ങളിലും അത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ് വെച്ചിരിക്കുന്നത്. കാരണം സ്ട്രെസ് ഭയങ്കരമാണ്. ഈ എക്സാമിനേഷന് അൺസർട്ടൺ ആണ്. കാരണം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന ഒരു എക്സാമിനേഷനകത്ത് ഏകദേശം 1000-1100 പേരെ ആയിരിക്കും അവർക്ക് വേണ്ടത്. അപ്പം ഈ ഇത്രയും പേരെ ചൂസ് ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് എക്സാം എഴുതുന്നത്. അപ്പം ഇതിലേക്ക് വരുമോ എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പം അങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു മെന്റൽ സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്.